ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഫലമാണ് ഭക്തിപൂർവ്വം പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരുന്ന പൊങ്കാല. കൃത്യം 9:45 ഈ പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെയാണ് ഈ പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നത്. മിക്ക ഈ പായസക്കലങ്ങളും തിളച്ചു തൂവിക്കഴിഞ്ഞു. അത് കുരവയിട്ട് വളരെയധികം ഭക്തിയോടെയാണ് ഈ ഭക്തർ ദേവിക്ക് ഈ നിവേദ്യം അർപ്പിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ചും അനന്തപുരിയിൽ താമസിക്കുന്നവർക്ക്, തലസ്ഥാനവാസികൾക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരുമയുടെ, ഒത്തൊരുമയുടെ, പ്രത്യാശയുടെ ഒക്കെ ഉത്സവമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉത്സവമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കൂട്ടായ്മയും പ്രതീക്ഷയും സ്നേഹവും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും യുദ്ധത്തിന്റെ സന്ദേശങ്ങൾ പലയിടത്തു നിന്നും വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അനന്തപുരിയിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഇത്തരത്തിൽ ഒത്തൊരുമിച്ച് കണ്ണകി ദേവിക്ക് വേണ്ടി പൊങ്കാല സമർപ്പിക്കുകയാണ്. ഈ പൊങ്കാലയ്ക്ക് പിന്നിൽ പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മധുര നഗരി ചുട്ടരിച്ച ഈ കണ്ണകി ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, മഹിഷാസുരനെ വധിച്ച് തിരികെ വന്ന ഈ ദേവിയെ സ്ത്രീകൾ പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ പൊങ്കാല എന്ന് പറയുന്നത് വളരെ പരിപാവനമായി കണക്കാക്കുന്ന ഒന്നാണ്. മൺകലവും പച്ചരിയും ശർക്കരയും നെയ്യും നാളികേരവുമാണ് പ്രധാനമായും ഇത്തരത്തിൽ പൊങ്കാലയ്ക്കായി ഉപയോഗിക്കുന്നത്. ഈ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ഈ വസ്തുക്കൾക്കും ചില പ്രത്യേകതകളുണ്ട്. കാരണം അത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. മൺകലവും പച്ചരിയും ഭൂമിയെയും മറ്റുള്ളവ അഗ്നി, ജലം, വായു എന്നിവയുമാണ് ഈ പ്രതിനിധീകരിക്കുന്നത്. ഇവയുടെ സംയോജനത്തിലൂടെ ഈ പൊങ്കാല നിവേദ്യം ദേവിക്ക് വേണ്ടിയിട്ടുള്ള വിശിഷ്ട വഴിപാടായി മാറുന്നു എന്നാണ് കരുതപ്പെടുന്നത്. സ്ത്രീകൾ ഇത് വ്രതശുദ്ധിയോടെ നോമ്പ് നോറ്റാണ് ഇത്തരത്തിൽ കണ്ണകി ദേവിക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കാനായി ഈ അനന്തപുരിയിൽ എത്തുന്നത്. ഈ പൊങ്കാല എന്ന് പറയുന്നത് അനന്തപുരിയുടെ ഒരു ദേശീയ ഉത്സവമാണ്. ഈ പൊങ്കാല മഹോത്സവം നമുക്കറിയാം, കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് 8 ദിവസം നീണ്ട കാത്തിരിപ്പ്. ഉത്സവത്തിന്റെ 9ാം ദിവസമായി ഇന്നാണ് ഈ പൊങ്കാല സമർപ്പണം നടന്നത്. 2:15 ഈ പൊങ്കാല നിവേദിക്കുക. ഏകദേശം 350ഓളം പൂജാരിമാരാണ് ഈ പൊങ്കാല നിവേദ്യത്തിനായി മാത്രം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം എല്ലാ പായസക്കലങ്ങളും തിളച്ചു തൂവിക്കഴിഞ്ഞു. മണ്ടപ്പുറ്റ, തെരളി അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഈ സ്ത്രീകൾ ദേവിക്ക് വേണ്ടി നെയ്തിക്കുന്നുണ്ട്. അവയെല്ലാം ഇത്തരത്തിൽ ഈ പൊങ്കാല കലങ്ങളിൽ ഇരിപ്പുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അഗ്നി പകരുന്ന അടുപ്പുകളാണ്. ഈ അടുപ്പുകൾ ഇത്തരത്തിൽ ഈ ഒരു അനന്തപുരിക്ക് ചുറ്റും, ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റും ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇത്തരത്തിലുള്ള അടുപ്പുകൾ കാണാൻ പറ്റും. അശ്വതി, അവ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും കാത്തിരിപ്പിന്റെ ജ്വാലയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ പൊങ്കാല 2:15 നിവേദിക്കുന്നതോടെ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് പുണ്യം തേടിയ നിറഞ്ഞ ഹൃദയവുമായി ഈ സ്ത്രീകളെല്ലാവരും ഇവിടെ നിന്ന് മടങ്ങും. സാധാരണ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശത്തിന്റെ മാത്രമാണ്. പക്ഷെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത്